ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ കിടക്കുന്ന സിയം, അവർ നടക്കുന്ന സിയം എന്ന് ശൈഖുന അവിടത്തെ ആ പൊൻവിതുമ്പിയ ചുണ്ടുകളിൽ നിന്ന് പ്രഖ്യാപിച്ച ആ മഹനീയ ഹളറത്തിനെ സംബന്ധിച്ച് എ.പി. ഉസ്താദിനറിയാം. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ടതൊന്നുമില്ല. ബഹുമാനപ്പെട്ട ചെറിയ ഉസ്താദിനോട് ഒരു ദിവസം ജില്ലാ മുശാവറ നടക്കുമ്പോൾ ഞാൻ തന്നെ ചോദിച്ചു, ആരൊക്കെയോ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ആ പ്രസ്ഥാനത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. രോഷാകുലനായി ബഹുമാനപ്പെട്ട ചെറിയ ഉസ്താദ് പറഞ്ഞു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഞാൻ ആ മുശാവറയിൽ അംഗമായി നിലനിൽക്കുന്ന കാലത്തോളം പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊരു ചോദ്യം അപ്രസക്തമാണ്. അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. അത് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ആരൊക്കെയോ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. പിന്നെ ആ പ്രസ്ഥാനത്ത് ഇറങ്ങിപ്പോരല്ലോ. പിന്നെ വേണ്ടത് നിങ്ങളുടെ അഭിപ്രായം എന്താ, ഇവരുടെ അഭിപ്രായം എന്താ, മറ്റൊരു അഭിപ്രായം എന്താ, അങ്ങനെ അഭിപ്രായം ഇല്ല. എല്ലാവരും ഒറ്റ അഭിപ്രായമാണ്. അത് വെറുതെ അങ്ങോട്ട് ഒരു ഉറക്കത്തിൽ പറയും പോലെ പറയുന്നൊന്നുമല്ല. അതുകൊണ്ടല്ല നിങ്ങൾ ഇങ്ങനെ കിടന്നിട്ട് ഈ ഞാഞ്ഞൂലുകള് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഇങ്ങനെ ചിലക്കുമ്പോഴും ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, എ.പി. ഉസ്താദ് ഇന്ന് ഹയാത്തിലുണ്ടല്ലോ, നിങ്ങൾ പറയണേ ഈ സുൽത്താനുലമ നിങ്ങള് വലിയ വായയില് തോള നിറച്ച് സുൽത്താനുലുലമാന്ന് അതിലെന്തേലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിലാ ഞങ്ങൾ ചോദിക്കണ്. ആ എ.പി. ഉസ്താദ് ഇന്ന് ഹയാത്തിലില്ലേ? ഉസ്താദ് ഇപ്പോഴും വർത്താനം പറയണില്ലേ? മൈക്കിന്റെ മുമ്പിൽ വരുന്നില്ലേ? പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നില്ലേ? എ.പി. ഉസ്താദിനെ കൊണ്ടൊരു വാക്ക് നിങ്ങൾക്ക് പറയിപ്പിക്കാൻ പറ്റുമോ? ഇത് തെരീക്കത്തല്ല. ഈ ഗീബത്ത് വന്നിട്ട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് കിടന്നും ഒന്നും തെരീക്കത്തല്ല. തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ ഉസ്താദേ, ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങൾക്കെതിരെ പറയേണ്ടി വരുന്നു എന്ന്. ഇപ്പൊ നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രശ്നമാക്കുന്നത് ഞങ്ങൾ ശംസുൽ ഉലമയുടെ മദ്ഹ് പറയുന്നു എന്നതാണല്ലോ. അത് നിർത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. നൗഷാദ് അഹ്സനി എന്ന് പറയപ്പെടുന്ന ആൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു ഏകപക്ഷീയമായ തീരുമാനമോ ചില വ്യക്തികൾക്ക് വേണ്ടിയുള്ള തീരുമാനമോ ആണ് കുരുവട്ടൂർ ഹാഫിദിനെ സംബന്ധിച്ച് എടുത്തതെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. ആ പോയിരുന്ന 4 പതിറ്റാണ്ട് കാലത്തിലേറെ മൈസൂരിലും ഹൈസൻ ലോഡ്ജിലും ബിസ്മി ലോഡ്ജിലും കോഴിക്കോട്ടെ ഫ്ലാറ്റിലും ചാത്തമംഗലത്തും ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ 4 പതിറ്റാണ്ടിലേറെ കാലമായി ചെന്നിരിക്കുകയും 8 മണിക്കൂറോളം തലപ്പാവ് പോലും അഴിച്ചു വെച്ച് നമ്രശിരസ്കരായിരുന്ന ആ പരിശുദ്ധമായ ഹളറത്തിനെ സംബന്ധിച്ച് ഉസ്താദിനെ കൊണ്ട് നിങ്ങളൊന്ന് പറയിപ്പിക്കേ. നൗഷാദ് ഇപ്പൊ എന്ത് പറഞ്ഞെന്ന് അപ്പൊ ഞാൻ പറഞ്ഞത് വിശ്വസിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പണ്ടൊരിക്കൽ അവൻ വന്നിട്ട് ആ പറഞ്ഞ ആളെ ദർശനെന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചു. അപ്പൊ ഞാൻ എന്റെ പരിപാടിക്കൊന്നുമില്ല, ഞാൻ വരണില്ല എന്ന് പറഞ്ഞപ്പോ അവൻ അന്ന് എന്നെ ശോനെ ഇങ്ങനെ ആയാൽ സമസ്ത രണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് അവന് ഭീഷണിപ്പെടുത്തി. ഉള്ളാള് ഞങ്ങളും ഇവരൊക്കെ അയാളൊപ്പാണ്, വരാഞ്ഞാല് രണ്ടാവുമല്ലോ അറിഞ്ഞു. പിന്നെ ഉള്ളാളും ഞങ്ങളും ആ പരിപാടിക്ക് പോയിട്ടില്ല, എ.പി. ഉസ്താദും ആ പരിപാടിക്ക് പോയിട്ടില്ല. അപ്പോ ഇങ്ങനെ എന്റെ വർത്തമാനത്തിൽ എനിക്കൊരു വിശ്വാസമില്ല. ഞാൻ പറഞ്ഞാലും സമ്മതിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാനൊരു നല്ലൊരു ഹസനിമാരെ കൂട്ടത്തിൽ അവനെ കാണുന്നില്ല. നമ്മള് ബഹറുൽ ഉലൂമിന് ഇഷ്ടപ്പെട്ട കാര്യം മാത്രമായിരിക്കണം അഹ്സനികളായ നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു അഹ്സനിയുടെ കാര്യം ഞങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാതെ ദുഃഖത്തിലാണ്. ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഇഷ്ടപ്പെടാത്ത മാർഗത്തിലൂടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഉലമാക്കളെയെല്ലാം ആക്ഷേപിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളുണ്ടായിപ്പോയി.
അയാൾ തന്നെ രാവിലെ ഒരു പ്രസംഗം ചെയ്തിട്ട് വൈകുന്നേരം അതിനെ തിരുത്തി ഗണ്ണിച്ചതും നമ്മൾ കേട്ടതാണ്. രാവിലത്തെ പ്രസംഗത്തിന് വൈകുന്നേരം ആയപ്പോൾ ഗണ്ണിച്ചു. പിന്നെ ഗണ്ണിച്ചിട്ട് പിന്നെ എവിടെ നിൽക്കാതെ ഇരുന്നത് അള്ളാഹു ആലം. അത് റയീസുല്ലമൻ്റെ റിള ഇല്ലാത്തത് കൊണ്ട് വേറുള്ള റൂമിൽ റിള ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കണം റയീസുല്ലമൻ്റെ റിള ഉണ്ടായാൽ മാത്രമേ വേറുള്ള റൂമ് എൻ്റെ റിള ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ ഉസ്താദന്മാരുടെ റിള ഉണ്ടായാൽ മാത്രമാണ് വേറുള്ള റൂമിന് റിളയുണ്ടാകുക. അപ്പോൾ വേറുള്ള റൂമും ഉസ്താദന്മാരെല്ലാവരുടെയും റിള ഉണ്ടായാൽ അള്ളാഹു തആല റളിയല്ലാഹു അൻഹും അള്ളാഹു അതിന് ധൈര്യമുള്ള, ആണത്തമുള്ള, തന്റേടമുള്ള, ത്രാണിത്തമുള്ള, ശേഷിയുള്ള, ശംസിയുള്ള AP ഗുണ്ടകളുണ്ടോ? ഞങ്ങൾക്ക് കാണാൻ പൂതിയുണ്ടാ. അത്രമാത്രം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളെ നട്ടെല്ലിന്റെ സ്ഥാനത്ത് ഒരു അര വാഴപ്പിണ്ടിയുടെ അംശമെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ ചെയ്യണങ്ങള്. ആ മൊയിലേരൊന്നും പറയും ചെയ്യട്ടെ, കേൾക്കാൻ ഞമ്മക്ക് ഊതിണ്ടല്ലോ. ആ വിവരറിയും. ഞങ്ങളെടുത്ത തീരുമാനം എല്ലാവരും ഏകകണ്ഠമായ തീരുമാനമാണ്. അദ്ദേഹത്തിൽ നിന്ന് ശരീഅത്തിന് വിരുദ്ധമായ പല വാക്കുകളും പ്രവർത്തനങ്ങളും കണ്ടെത്തിയതുകൊണ്ട് അദ്ദേഹവുമായി വിട്ടുനിൽക്കേണ്ടതാകുന്നു എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൽ യാതൊരു ഇളവും ഇല്ല, യാതൊരു മാറ്റവും ഇല്ല. മഹാനായ കൽപ്പറ്റ സുഫിയാജിന്റെ വീട്ടിൽ അവിടെ പ്രോഗ്രാമിന് ശംസുൽ ഉലമ ചെന്നപ്പോൾ അവിടെ സുഫിയാജ് പറഞ്ഞു, ഇവിടെ ഒരു ഔചരിക്കുന്നുണ്ട് അപ്പുറത്തെ റൂമിൽ. എത്ര ദിവസമായി വന്നിട്ട്? ഒരാഴ്ചയായി. അവൻ എങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സുഫിയാജി വരക്കാൻ തുടങ്ങി. ഔജന് അവനെ വിളിക്കുക. ആരെ വിളിക്കുന്ന? ശംസുൽ ഉലമ. മോനോട് ഇവിടെ വരാൻ വരുന്നുണ്ട്. അവനെ ശംസുൽ ഉലമ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പച്ചപ്പതപ്പെട്ടിട്ട് ആ ഔലിയായി ചമഞ്ഞു നിൽക്കുന്ന വ്യക്തി മീനങ്ങാടി സുലൈമാൻ ഔലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന കള്ള ഔലിയയാണ്. ശൈഖുനായുടെ റൂമിലേക്ക് മീനങ്ങാടി സുലൈമാൻ വന്നപ്പോൾ ശൈഖുന ശംസുൽ ഉലമ ചോദിച്ചു, എന്താണ് ചോദ്യം? എടാ, നീ അസ്ർ നിസ്കരിച്ചിട്ടുണ്ടോ? ഇവനാകെ പറിച്ച ശംസുൽ ഉലമയുടെ സിംഹഗർജനമാൻ താടി ബർപ്പിച്ചുകൊണ്ടുള്ള ചോദ്യം കേട്ടപ്പോൾ സുലൈമാൻ ഔലിയ തളർന്നുപോയി. സൂഫിയാജിയോട് ശംസുൽ ഉലമ അടിച്ചിറക്കുക, അവന് മറിയുന്ന ആരാന്റെ കൂട്ടിലെ കോഴി തിന്നാൻ നടക്കുന്ന കള്ള ഔലിയ ചമഞ്ഞവനാണ്, അടിച്ചിറക്കുക അവനെ. അവൻ അടി കിട്ടിയിട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൻ്റെ അടുത്ത് ചാത്തമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ മുസ്ലിം മംഗലമല്ല, ചാത്തമംഗലമാണ്. അവിടെയുള്ള ഒരു സ്ഥലത്ത് കൂടാരം കെട്ടി അവിടെ ഇരിക്കുകയാണ്. അവിടെ ആരും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരുന്നില്ല. ഞാൻ രണ്ട് ചരിത്രം പറഞ്ഞത്, ആര് ഔലിയാണെന്ന് വലിയാണെന്ന് പഠിപ്പിച്ചെന്ന് ശംസുൽ ഉലമയാണ്, ആര് വലിയല്ല എന്നും പഠിപ്പിച്ചെന്നാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഈ ലോകത്തോട് പറഞ്ഞത്. ആ മഹാൻ അല്ലാഹുവിന്റെ ആരിഫീകൾ ഇതിൽപ്പെട്ട ഏറ്റവും ഉന്നതനായിരുന്നു. ലാ യഅരിഫുൽ വലിയ ഇലൽ വലിയു. ഒരു വലിയന് മാത്രമേ ഒരു വലിയനെ മനസ്സിലാക്കാൻ കഴിയൂ. ഒരു എഞ്ചിനീയർക്ക് മറ്റൊരു എഞ്ചിനീയറെ അറിയൂ. ഇറക്കി വിട്ടു നാരായണ പറഞ്ഞു.